അവിടെ പീത്വാച മധുമൈരേയം മദാഘൂർണിതനേത്രയ, മദ്യം സേവിച്ച് പരപുരുഷനുമായിട്ട് രമിക്കുന്ന ഒരു സുന്ദരിയെ കണ്ടു. ദുഷിച്ച കാഴ്ച കണ്ടതും അജാമിളൻ തിരിച്ചു വന്നു, കാണണ്ട. പിറ്റേ ദിവസവും പോയപ്പോഴും കണ്ടു, കാണണ്ടാച്ച് തിരിച്ചു വന്നു. പിറ്റേ ദിവസം പോയപ്പോഴും കണ്ടു, കാണണ്ടാച്ച് തിരിച്ചു വന്നു. പിറ്റേ ദിവസം പോയപ്പോൾ കണ്ടില്ല. അതോടെ എന്തായി? ഇന്നെന്താ കാണാത്തത് എന്നായി ചിന്ത. പിന്നെ കാണുമ്പോൾ കാണണമെന്നായി, പിന്നെ കാണാനായി പോക്ക്. ഇങ്ങനെ ക്രമേണ ദുഷിച്ച സ്വഭാവമുള്ള അവളുമായി ചേർന്ന് അജാമിളൻ്റെ സ്വഭാവവും ദുഷിച്ചു. സ്വഭാവം പകരുന്നതാ. പനി മാത്രമൊന്നുമല്ല, സ്വഭാവവും പകരും. നമ്മുടെ അടുത്തിരിക്കുന്ന ആളുടെ സ്വഭാവം നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ ആരാ അടുത്തിരിക്കണതൊന്നും ഇപ്പം നോക്കിയിട്ട് കാര്യമില്ല. ശരിക്കും ഇപ്പം ഞാനൊരു ഉദാഹരണം പറയാം. അയാൾക്ക് ഭാഗവതം കേൾക്കാൻ തീരെ താല്പര്യമൊന്നുമില്ല. എന്നാലും അയാൾ വന്ന് ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് വിചാരിക്കുക. അയാൾക്ക് ഈ ഭാഗവതം പ്രഭാഷണമൊക്കെ കേട്ട് ബോറടിക്കാൻ തുടങ്ങിയപ്പോൾ അയാൾ എന്ത് ചെയ്തു? ഇടത്ത് ഭാഗത്തിരിക്കുന്ന ആളെ വിളിച്ചു, തോണ്ടി വിളിച്ചിട്ട് ചോദിച്ചു, അല്ല ഇന്നലെ വീട്ടിൽ സന്ധ്യക്കാരാ വന്നത്? അപ്പം അയാൾ പറഞ്ഞു, മിണ്ടരുത്, ഭാഗവതം കേൾക്കൂ. അപ്പം ഇപ്പുറത്തുള്ള ആളെ വിളിച്ചു, പിന്നെ മകൻ്റെ കല്യാണക്കാരിയൊക്കെ എന്തായി? അപ്പം അയാളും ശ്രദ്ധിച്ച് ഭാഗവതം കേൾക്കുക. അയാൾ പറയാ, മിണ്ടരുത്, ഭാഗവതം കേൾക്കൂ. ഇടത്തും വലത്തുമുള്ള ആളെ ശ്രദ്ധിച്ച് ഭാഗവതം കേൾക്കുന്ന ആളാണെങ്കിൽ പിന്നെ ഇയാൾ എന്താ ചെയ്യുക? നടുവിലിരിക്കുന്ന ആൾ ഇപ്പോൾ ഭാഗവതം കേൾക്കുക തന്നെ, വേറെ എന്താ ചെയ്യുക? അയാൾ കേട്ടോളും. നേരെ മറിച്ച് നമ്മൾ നടുവിലിരിക്കുന്ന ആൾ ഭാഗവതം കേൾക്കണമെന്ന് വിചാരിക്കുന്നു. ഇവിടെ ഇരിക്കുന്ന രണ്ടാളും നമ്മളെ വിളിച്ചിട്ട്, അതെ പിന്നെ എന്തൊക്കെയാണ് വിശേഷം എന്നൊക്കെ പറയാൻ തുടങ്ങിയാൽ നമ്മുടെ ഭാഗവതം കേൾക്കലും ഇല്ലാണ്ടാവും. അപ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം, നമ്മുടെ അടുത്തിരിക്കുന്ന ആൾക്കാരുടെ സ്വഭാവം പോലും നമുക്ക് പകരുന്നുണ്ടെന്ന്. ഇവിടെ ദുഷിച്ച സ്വഭാവത്തിലുള്ളതായ ആ സുന്ദരിയോടൊപ്പം കഴിഞ്ഞപ്പോൾ എന്തായി? നാംനാ നഷ്ട സദാചാരോ ദാസ്യാ സംസർഗദൂഷിത. സംസർഗം കൊണ്ട് ദുഷിച്ചു. ആര്? അജാമിളൻ. അല്ല, അപ്പോൾ പിന്നെ നേരെ തിരിച്ചും വരണ്ടേ? നല്ലതിനോട് മോശം ചേരുമ്പോൾ നല്ലത് മോശമായി, നല്ലതിനോട് മോശം ചേരുമ്പോൾ മോശം നന്നാവണ്ടേന്ന്? നന്നാവേണ്ടതാണ്, പക്ഷെ എളുപ്പം നേരെ തിരിച്ചാ. നന്നാവലാണോ മോശാവലാണോ എളുപ്പം? മുണ്ടിന് ചെളി പറ്റിക്കലാണോ ചെളി കളയലാണോ എളുപ്പം? ചെളി കളയൽ നല്ല ബുദ്ധിമുട്ടാണ്. ചെളി പറ്റിക്കാൻ വല്ല പണിയുണ്ടോ? ഇല്ല. എന്തെങ്കിലും എടുത്ത് ഒരൊരച്ച് ചെളി പറ്റിക്കൽ കഴിഞ്ഞു. അതെത്ര പെട്ടെന്ന് കഴിഞ്ഞു എന്നറിയോ? പിന്നെ അത് കളയാൻ നല്ല പണിയാണ്. അപ്പോൾ നന്നാവൽ ബുദ്ധിമുട്ടാണ്, മോശാവലാണ് എളുപ്പം. ഇവിടെ ആ ദുഷിച്ച സ്വഭാവത്തിലുള്ളതായ സുന്ദരിയുടെ ഭക്ഷണം കഴിച്ച് അവളോടൊപ്പം കഴിഞ്ഞ് പേരിന് പോലും സദാചാരമില്ലാതെ മഹാപാപിയായി അജാമിളൻ. ഇപ്പോൾ ഈ കഥ പറയുമ്പോൾ അജാമിളൻ്റെ അവസ്ഥ എന്താ? 80-88 വയസ്സ് പ്രായം. ഒരു വീടിൻ്റെ ഉമ്മറത്ത് ഒരു കട്ടിലിൻ്റെ മുകളിൽ തോലിൽ പൊതിഞ്ഞിട്ടൊരസ്ഥികൂടം പോലെ നീണ്ടു നിവർന്ന് കിടക്കണുണ്ട്. ആര്? നമ്മുടെ കഥാപാത്രം അജാമിളൻ. പണ്ടത്തെ ആളൊന്നുമല്ല ഇപ്പോൾ. പണ്ടെന്തു സുന്ദരനായിരുന്നു എന്നറിയോ? പണ്ടെന്തൊരു ബലായിരുന്നു എന്നറിയോ? പണ്ടെന്തൊരു മിടുക്കനായിരുന്നു എന്നറിയോ? പക്ഷേ ഇപ്പം അതൊന്നുമല്ല. വായ പാതി തുറന്ന് കണ്ണുകളൊക്കെ ഇങ്ങനെ കുണ്ടിലേക്ക് താഴ്ന്നു പോയിട്ടുണ്ട്. നരച്ച് ഒരു കണ്ടാലൊരു തനി പ്രേതം കണക്കിനെ കിടക്കുന്നുണ്ട്. ആ അജാമിളൻ്റെ കട്ടിലിൻ്റെ അരികിലായിട്ട് ഒരു കുട്ടി കളിപ്പാട്ടം വെച്ച് കളിക്കുന്നുണ്ട്. 5 വയസ്സുള്ളൊരു കുട്ടി. ഈ 2 കഥാപാത്രങ്ങളാണിപ്പോൾ സ്ക്രീനിലുള്ളത്. ആരാ കുട്ടി? അജാമിളൻ്റെ ഇളയ മകൻ, പേര് നാരായണൻ.
അജാമിളൻ്റെ ഇളയ കുട്ടിയുടെ പേര് നാരായണൻ എന്ന് പറഞ്ഞാൽ ഇളയ കുട്ടിയുടെ പേര് നാരായണൻ. അത്ര പഠിച്ചാൽ മതി നമ്മൾ. അതിൻ്റെ അപ്പുറത്തെ ഗവേഷണമൊന്നും പോകണ്ട അല്ലേ. ഈയിടെ ആരോ എന്നോട് ചോദിച്ചു ബാക്കി കുട്ടികളുടെ പേരെന്തായിരുന്നു അല്ലേ. നമ്മളിപ്പോൾ അജാമിളൻ്റെ സെൻസസ് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. നമുക്കിപ്പോൾ ഈ നാമജപത്തിൻ്റെ മാഹാത്മ്യം കിട്ടിയാൽ മതി. അപ്പോൾ ഇവിടെ ഏതായാലും ഇളയ മകന് നാരായണൻ എന്ന് പേരിട്ടു. ഇപ്പോൾ ഭഗവാന്റെ പേരുകൾ അല്ലേ, പണ്ടത്തെ കാലത്ത് അങ്ങനെയൊക്കെ നല്ല നല്ല പേരൊക്കെ ഇട്ടു. ഇന്നിപ്പോൾ അതൊന്നല്ലേ. ഇന്നിപ്പോൾ ചില പേരൊക്കെ പുഷ്പാഞ്ജലിയുടെ റെസീറ്റ് വരുമ്പോൾ ഇതിപ്പോൾ എങ്ങനെയാണ് വായിക്കുക എന്ന് തന്നെ നമ്മളൊരു ദിവസം ആലോചിക്കണം. അപ്പോൾ പറഞ്ഞു വരുന്നത് നല്ല പേരുകൾ ഭഗവാന്റെ പേരൊക്കെ ഇട്ടാൽ എന്താ ഗുണം എന്നറിയോ? നാമാവശേഷിത എന്ന് പറയും. ഇനിയിപ്പോൾ നവമസ്കന്ധത്തിലെത്തുമ്പോൾ കുറേ ആൾക്കാരുടെ രാജാക്കന്മാരുടെ പേര് പറയും. അവരൊക്കെ ഭഗവാന്റെ ആശ്രിതന്മാരായതുകൊണ്ട് അവരൊക്കെ പേര് ബാക്കിയായി എന്നാ. അപ്പം നമ്മളെയൊക്കെ പേരെങ്കിലും ഈ ലോകത്ത് ബാക്കിയാവണമെങ്കിൽ എന്താ വഴി? അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ ഈ ലോകത്ത് ആരെങ്കിലും ഓർമ്മിക്കുമോ? ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛനെ ഓർമ്മയില്ലേ? നിങ്ങളുടെ അച്ഛനെ ഓർമ്മയില്ലേ? ഓർമ്മിക്കാറില്ലേ? ഉണ്ട്. അച്ഛൻ്റെ അച്ഛനെ ഇപ്പോൾ പകുതി തല കുറഞ്ഞില്ലേ? അച്ഛനെ ഓർമ്മയുണ്ടെന്ന് പറഞ്ഞപ്പോൾ കുലുങ്ങിയ തല അച്ഛൻ്റെ അച്ഛനെ എന്ന് പറഞ്ഞപ്പോൾ കുറഞ്ഞില്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, അച്ഛൻ്റെ അച്ഛനെ ഓർമ്മിക്കാറുണ്ടോ നമ്മൾ? ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിക്കും. ആരെ? എൻ്റെ അച്ഛൻ്റെ അച്ഛനെ ഓർമ്മിക്കുമോ? ഓർമ്മിക്കൂല്ല, അറിയുന്നില്ല നമുക്ക്. അപ്പം നമ്മൾ ആലോചിക്കേണ്ടത് എന്താ അറിയോ? അങ്ങനെയാണെങ്കിൽ നമ്മളെ എത്ര കാലം ഈ ലോകത്ത് ആലോചിക്കും അല്ലേ? അപ്പോൾ വല്ല നാരായണെന്നോ കല്യാണിയെന്നോ ലക്ഷ്മിയെന്നോ ഒക്കെ പേരിട്ടാൽ എന്താ ഗുണമെന്നറിയോ? സഹസ്രനാമം ഉള്ളിടത്തോളം കാലം നമ്മുടെ പേരെങ്കിലും ഈ ലോകത്ത് ബാക്കി ഉണ്ടാവുമല്ലോ. അപ്പോൾ നാമാവശേഷന്മാരെങ്കിലും ആവാൻ പറ്റിയൊരു സൂത്രം ഇതാ. ഇവിടെ ഏതായാലും അജാമിളൻ തൻ്റെ ബാക്കി കുട്ടികൾക്കൊന്നും യാതൊരു അർത്ഥമില്ലാത്ത പേരിട്ടു. ഇളയവനായ ആ കുട്ടിക്ക് ബാലോ നാരായണോ നാമ, നാരായണൻ എന്ന് പേരിട്ടു. നാരായണൻ എന്ന് പേരിട്ടതല്ല അജാമിളൻ്റെ ഭാഗ്യം, പിന്നെയോ നാരായണ എന്ന് തന്നെ വിളിച്ചു അല്ലേ. ഇപ്പം ചില കുട്ടികൾക്ക് ഈ പേര് വിളിയുടെ സമയത്ത് നല്ല പേരിടും. കൃഷ്ണനും ദാമോദരനും ഒക്കെ നല്ല പേര് വിളിയുടെ സമയത്ത് അസല് പേര്. പിന്നെ സ്കൂളിൽ ചേർക്കുമ്പോൾ അല്ലെങ്കിൽ പിന്നെ വിളിക്കാനാവുമ്പോഴാണ് വേറെ എന്തെങ്കിലുമൊക്കെ ശബ്ദമാവുക അല്ലേ. എവിടെ ഒരു സ്ഥലത്ത് സപ്താഹത്തിന് ഞാൻ താമസിച്ച വീടിൻ്റെ വാതിലിന് ആരോ വന്ന് ഇടയ്ക്കിടയ്ക്ക് മുട്ടുന്നു. വാതിൽ തുറന്നപ്പോൾ ആരും കാണുന്നില്ല. അപ്പോൾ വീട്ടുകാരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു വാതിൽ മുട്ടിയതല്ല, അത് ഇവിടുത്തെ കുട്ടിയെ വിളിക്കുന്നത് ടുട്ടു. എന്താ പേര്? ടുട്ടു. അപ്പോൾ പറഞ്ഞു വരുന്നത് ചിലപ്പോൾ നല്ല മാധവനോ കൃഷ്ണനൊക്കെ ആയിരിക്കും പേര്, പക്ഷേ ഇങ്ങനെ ചില ഓമന പേരിട്ടിട്ട് നമ്മളതങ്ങ് കളയും. ഇവിടെ അജാമിളൻ്റെ ഭാഗ്യം എന്താ അറിയോ? നാരായണൻ എന്ന് പേര് വിളിച്ചു എന്ന് മാത്രമല്ല, നാരായണ എന്ന് തികച്ച് വിളിച്ചു അജാമിളൻ.